നമ്മളിന്നിവിടെ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ കുന്നത്തൂർ പാലത്തിൻ്റെ താഴെപ്പുറത്തായിട്ട് പുറമ്പോക്കിൽ ഒരു മിനി ഓഡിറ്റോറിയം എന്ന നിലയ്ക്ക് ഒരു ബിൽഡിംഗ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കി കണ്ടപ്പോൾ അതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം അടക്കം 2 ബെഡ്റൂം അടക്കമുള്ള സംവിധാനത്തിലാണ് ഈ കാട്ടിനകത്ത് പണിയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അന്വേഷണം നടത്തി. അന്വേഷണം മനസ്സിലാക്കാൻ സാധിച്ചത് പഞ്ചായത്തിൽ നമ്മളൊരു വിവരാവകാശം കൊടുത്തു. ഇത് കുന്നത്തൂർ പഞ്ചായത്തിൽ കൊടുത്ത വിവരാവകാശത്തിനുള്ള ചോദ്യമാണ്. കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കുന്നത്തൂർ പാലത്തിൻ്റെ പടിഞ്ഞാറ് വശം അപ്രോച്ച് റോഡിൻ്റെ വടക്ക് വശം ആറ്റുകടവിലേക്കുള്ള വഴിയിൽ നടന്നു വരുന്ന ഓപ്പണർ ഓഡിറ്റോറിയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതി കേരള നിർമ്മാണ ചട്ടപ്രകാരം ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുണ്ടോ? അതിനവർ തന്ന മറുപടി, ഈ നിർമ്മാണ പ്രവൃത്തിക്ക് അനുമതിക്കായി അപേക്ഷ ലഭിക്കുകയോ അനുമതി നൽകുകയോ ചെയ്തിട്ടില്ല. ഇത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്ത അപേക്ഷയാണ്. അത് കഴിഞ്ഞ് PWDക്ക് കൊടുത്തു. അപ്പോൾ PWDക്ക് കൊടുത്തപ്പോൾ ചോദിച്ചു, പാലത്തിന്റെ പടിഞ്ഞാറേ കരയിൽ വടക്ക് അപ്രോച്ച് റോഡിനോട് ചേർന്നുള്ള ചില നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതായി കാണുന്നു. ഇത് PWD അറിവോടെയോ രേഖാമൂലമുള്ള അനുവാദത്തോടെയോ ആണോ? അതിന് മറുപടി കിട്ടി, ഇല്ല, ഈ കാര്യത്തിന്റെ അറിവോടെയോ രേഖാമൂലം അനുവാദത്തോടെ അല്ല. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം അനുദിന നിർമ്മാണ പ്രവർത്തനം നിയന്ത്രിക്കേണ്ടത് തദ്ദേശ സംഭരണ വകുപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഒരു മറുപടി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടിലും അങ്ങനെ ഒരു അനുവാദം കൊടുത്തതായിട്ട് പഞ്ചായത്തിലോ PWDക്കോ അറിയത്തില്ല. പിന്നെ നമുക്കിവിടെ കറണ്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വൈദ്യുതി ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് വിവരാവകാശം കൊടുത്തെടുത്തപ്പോൾ ഒരു ജോസ് ജോർജ് എന്ന് പറയുന്ന ഒരാളാണ് ഇതിന്റെ കോൺട്രാക്ടറാണോ എൻ്റെ ഇതിന് ഉടയനാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ തീർത്തും ഇവിടെ 60 കൊല്ലമായ ഒരു പാലമാണ് കുന്നത്തൂർ പാലം. 1965 ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ അതിന്റെ ആയുസ് തീരാറായി. ഇപ്പോൾ നിങ്ങൾ എൻ്റെ കീഴിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കമ്പികളൊക്കെ തെളിഞ്ഞ് കാണാൻ പറ്റും. ഇനി അധിക കാലം ഈ പാലം നമുക്ക് ഉപയോഗിക്കാൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയമാണ്. അപ്പോൾ അത് അതിന്റെ എഞ്ചിനീയർമാരാണ് പറയേണ്ടത്. പക്ഷേ എങ്കിലും അടുത്ത പാലം പണിയാനായിട്ടുള്ള ഒരു സർവേ എടുത്തിരിക്കുന്നത് ഈ ബിൽഡിങ്ങിന്റെ മുകളിലൂടെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഇവിടെ പണിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ അധികം താമസിക്കാതെ പുതിയ പാലം വരുമ്പോൾ ഇത് മൊത്തം പൊളിച്ചു കളയേണ്ടി വരും. അപ്പോൾ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സർക്കാരിനും ഇവിടുത്തെ സാധാരണക്കാരായുള്ള ജനങ്ങൾക്കും ഉണ്ടാകുന്നത്. അതുകൂടാതെ ഇത് യാതൊരു വിധമായ നിയമസാധ്യതയില്ലാതെ യാതൊരു വിധമായിട്ടുള്ള അനുമതി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ PWDയുടെ ഭാഗത്തുനിന്നോ, അല്ലെങ്കിൽ ഇത് ആരാണ് ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ എന്ന് പോലും ഇവിടെയുള്ള ആർക്കും അറിയത്തില്ല. ആ നിലയിലാണ് ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വലിയ അഴിമതിയാണ്. ഈ അഴിമതി ഞങ്ങൾ പുറത്തു കൊണ്ടുതന്നെ ചെയ്യും. അതിനുവേണ്ടി ഏത് തരത്തിലുള്ള സമരമാർഗ്ഗങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും. ഇപ്പോൾ ഞങ്ങൾ ഇതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണവും ഇത് വീഡിയോ ഉൾപ്പെടെയുള്ളവരെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ സമരത്തിന്റെ ലക്ഷ്യം. വരും ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി സംവിധാനങ്ങളുമായും ബാക്കി സമരപരിപാടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത് വളരെ നഗ്നമായിട്ടുള്ള ഇവിടുത്തെ കുന്നത്തൂർ പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ വെല്ലുവിളിച്ചു നടത്തിയിരിക്കുന്ന വളരെ വളരെ ബോധപൂർവ്വം നടത്തിയിരിക്കുന്ന ഒരു അഴിമതിയാണ് എന്നുള്ള കാര്യത്തിൽ ഇവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഭരണകൂടങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ ഇല്ലാത്ത പക്ഷം ഞങ്ങൾ വളരെ ശക്തമായ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തിൽ.